ഗൈസ്, എന്തെല്ലാന്ന് സുഖം തന്നെയല്ലേ? ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഞാനിപ്പം എന്നും ഡയറിയൊക്കെ എടുത്തിട്ട് എന്തുട്ടാ ചെയ്യുന്നതെന്ന്? ഒന്നുമില്ല, ജേർണലിങ് ചെയ്യായിരുന്നു. അപ്പോൾ ജേർണലിങ് എന്താണെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുക. എനിക്കറിയാം നിങ്ങളിൽ ഒരു 80% ആൾക്കാർക്കും അറിയണ്ട. 80% അല്ല, നമുക്കൊരു 90% കൺസിഡർ ചെയ്യാം. 90% ആൾക്കാർക്കും അറിയാം എന്താ ജേർണലിങ് എന്ന്, അല്ലേ? അറിയാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ജേർണലിംഗ് എന്ന് പറയുന്നത് ഒരു അടിപൊളി സംഭവമാണ് മക്കളെ. ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. സോ ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ചിന്തകൾ, നമ്മുടെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഐഡിയാസ് പൊതുവേ പറയില്ല, ചിന്തകളാണ് പറയുക. അപ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്കിപ്പം എന്താ പറയുക, ഭയങ്കര സ്ട്രെസ്സ്, അതുപോലെ തന്നെ നമുക്ക് ആരോടെങ്കിലും ഇത് ഷെയർ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫ്രണ്ടൊന്നും നമ്മുടെ അടുത്തില്ല ഇൻ ദ സെൻസ് നമുക്കിപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന, പെട്ടെന്ന് വിളിച്ചാൽ നമ്മളിപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ അവൾക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല, നമുക്ക് ആരോട് ഇത് പറയാൻ പറ്റുന്നില്ല, നമ്മൾ ഈ ഒരു കാര്യം നമുക്ക് ആരോടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ഇത് എക്സ്പ്രസ് ചെയ്യണം, നമ്മുടെ ഈ ഒരു വിഷമം അല്ലെങ്കിൽ ഈ ഒരു സങ്കടം അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. സോ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഒരു പേപ്പറിനെക്കാട്ടിലും കൂടുതൽ കുറച്ചുകൂടി ബെറ്റർ ആവാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഡയറി കീപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു ഡയറി ഉണ്ട്, അതായത് ഇപ്പോൾ എൻ്റെ ഡയറിയാണ്. ഇതല്ലാതെ എനിക്ക് വേറൊരു ഡയറിയും കൂടി ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ റഫിനായിട്ട്, എനിക്ക് 2 ഡയറി ഉണ്ട്. ഇത് റഫ് മോഡിൽ ഞാൻ എഴുതുന്ന ഒരു ഡയറിയാണ്. വേറൊരു മെയിൻ ഡയറി എനിക്കുണ്ട്, അതിലാണ് ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ചെയ്യുന്നത്, മീൻസ് എഴുതി വെക്കുന്നത്. സോ ഇതുപോലൊരു ഡയറിയിൽ നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അപ്പോൾ അത് എഴുതി വെച്ചിട്ട് ചില ആൾക്കാർ ഇപ്പം ദേഷ്യമൊക്കെ ആണെങ്കിൽ എഴുതി വെച്ചിട്ട് അത് കീറിയിട്ട് കളയാറുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച് കീറി കളയുമ്പം ഒരു ദേഷ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് കുറയുന്നൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കീറി കളഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ അങ്ങനെ എഴുതി വെക്കുമ്പോൾ എന്താ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു റിലീഫ് കിട്ടും. ആ ഒരു ഇമോഷൻ നമുക്ക് കുറച്ചൊരു റിലീഫ് പോലെ ആയിരിക്കും, ഒരു പെയിൻ റിലീഫ് പോലെ, നമ്മളൊരാളുടെ അടുത്ത് ഷെയർ ചെയ്തത് പോലെ. അത്രയും ഒരു റിലീഫ് ഇല്ലെങ്കിലും നമുക്ക് അതിനോട് അനുബന്ധിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു ഈസ് ഓഫ് ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടും. സോ ഇതുപോലെ ജേർണൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ, യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ടാകും ജേർണലിംഗ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. സോ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഞാൻ ചെറുപ്പം തൊട്ടേ, അതായത് പണ്ട് തൊട്ടേ എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് വരികയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എഴുതണം തോന്നുകയാണെങ്കിൽ ഞാൻ വെറുതെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കും. ഏതെങ്കിലും കണ്ണി കാണുന്ന പേപ്പർ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ റഫ് വേണം, അപ്പോൾ റഫ് പേപ്പറിൽ എഴുതി വെക്കും. വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ എഴുതി വെക്കാറില്ലായിരുന്നു. കോളേജ് പഠിക്കുമ്പോൾ ഇല്ല, റീസെൻ്റ് ആയിട്ട് 2-3 years ആയിട്ടുള്ളൂ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ബട്ട് ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. നമ്മളത് എങ്ങനെ ഹെൽപ്ഫുൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് മെമ്മറി പെട്ടെന്ന് ഈ തീരെ ഓർമ്മയില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളിങ്ങനെ എഴുതി വെക്കുന്ന നല്ലതാണ്. കാര്യം നമുക്ക് പെട്ടെന്ന് പിന്നെയും ഓർത്തെടുക്കാനൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഡയറി ഒക്കെ ആണെങ്കിൽ റിയലി ഹെൽപ്ഫുൾ. കാര്യം നമുക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം എന്താ നമ്മൾ ആ സമയത്ത് ചിന്തിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ എഴുതി വെച്ച ഐഡിയ എന്തൊക്കെയാണ്. നമ്മൾ മറന്നു പോകുന്നു, മറവി രോഗം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ്, സങ്കടങ്ങൾ വരികയാണ്, വിഷമങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു കാണുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാര്യം ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. വെറുതെ ആയിരുന്നു ചെയ്യില്ല, ഇത്ര ആൾക്കാർ ചെയ്യില്ല. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. വെറുതെ ഇത്ര ആൾക്കാർ ചെയ്തത് കൊണ്ട് നമ്മൾ ചെയ്യാന്നല്ല, അതിന് പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ളൊരു പോസിറ്റിവിറ്റി നമുക്കത് കിട്ടുന്നുണ്ട്, അത് ഷുവറാണ്. അപ്പോൾ എനിക്കത് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ബാക്കി എല്ലാവരും ചെയ്തത് കൊണ്ട് ഞാനും ചെയ്ത് അങ്ങനെ പറയാമെന്നല്ല, എനിക്കും അതൊന്ന് നല്ലൊരു ഔട്ട്പുട്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് ഇമോഷണൽ റെഗുലേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഇറ്റ്സ് ഹെൽപ്ഫുൾ. അത് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് അത് അടിപൊളിയായിട്ട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കുറേ നാൾ നിങ്ങളതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മുടെ അടുത്ത് ചെറുതായ സമയത്തൊക്കെ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയില്ലേ, നിങ്ങളിപ്പോൾ ട്രിപ്പിന് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഓരോ സ്ഥലത്ത് പോയതിൻ്റെ എന്താ അതിൻ്റെ ഒരു പേരുണ്ട്, എനിക്കത് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. യാത്രാക്കുറിപ്പ് അങ്ങനെയാന്ന് തോന്നുന്നു പറയാം. യാത്രാക്കുറിപ്പ് നിങ്ങൾ എഴുതണം എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ചില ആൾക്കാർ എല്ലാ ദിവസവും നിങ്ങൾ ഡയറി എഴുതുന്നത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയില്ലേ. ആ സമയത്തൊക്കെ നമ്മുടെ അടുത്ത് ഇംഗ്ലീഷിൽ എഴുതാനായിരുന്നു പറയണ്ടാവുക. കാര്യം ഇംഗ്ലീഷിൽ നമ്മൾ ഡെയിലി ഇങ്ങനെ എഴുതുമ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ ഇംഗ്ലീഷ് എന്ത് ചെയ്യും, പ്രോഗ്രസ് ആവും.
ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ത് ചെയ്യുന്നു പ്രോഗ്രസ് ചെയ്ത് വരും. ഓരോ ദിവസം ഇങ്ങനെ എഴുതും, അതിലൊരു ഇംപ്രൂവൈസേഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്താ മലയാളത്തിൽ എഴുതുന്ന മോശമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് മലയാളത്തിൽ എഴുതാൻ താല്പര്യമെങ്കിൽ മലയാളത്തിൽ എഴുതാം. ചെറുപ്പം തൊട്ടേ നമ്മുടെ അടുത്ത് പറയുന്നതാണ് ടീച്ചേഴ്സൊക്കെ, ഒന്നില്ലെങ്കിൽ ഡയറി എഴുതുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പിന് പോവുകയാണെങ്കിൽ യാത്ര എഴുതുക, ആസ്വാദനക്കുറിപ്പ്. യെസ് അത് തന്നെ എനിക്ക് കിട്ടി. ഇത്രയും നേരം ഞാനിങ്ങനെ ആലോചിക്കാതെ എന്തായിരുന്നു ആസ്വാദനക്കുറിപ്പ്. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ടൂർ പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് നമ്മളടുത്ത് പറയുന്ന കാര്യമാണ്, കുട്ടികളെ നിങ്ങൾ എന്തായാലും ആസ്വാദനക്കുറിപ്പ് എഴുതി വരണം. മികച്ച ആസ്വാദനക്കുറിപ്പിന് എന്തെങ്കിലും ഒരു സമ്മാനം ടീച്ചേഴ്സ് തരും സ്കൂളിൽ നമ്മൾ പോകുന്ന സമയത്ത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആസ്വാദനക്കുറിപ്പിന്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എനിക്കറിയില്ല കേട്ടോ. സോ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇതും ഒരു കൈൻഡ് ഓഫ് ജേർണലിംഗ് ആണ്. നമ്മൾ ഡയറി എഴുതുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആസ്വാദനക്കുറിപ്പ് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ത് ചെയ്യണം അവിടെ. ആസ്വാദനക്കുറിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്രിയേറ്റിവിറ്റി എന്ന് തന്നെ വേണേൽ പറയാൻ. കാര്യം ചില ആൾക്കാർ ഭയങ്കര സാഹിത്യപരമായിട്ട് വളരെ എസ്തറ്റിക് സെൻസോടെ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന ആൾക്കാരുണ്ട്. ഞാൻ പണ്ട് തൊട്ട് അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. കാര്യം ആ സമയത്തൊക്കെ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. പിന്നെ ഞാൻ അങ്ങനെ എഴുതാനും നിന്നിട്ടില്ല. പക്ഷേ കവിത എഴുതിയായിരുന്നു ചെറുതായിട്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് യു ഗൈസ് മസ്റ്റ് ഫോളോ ദിസ് ജേർണലിംഗ്, ബിക്കോസ് നിങ്ങൾ നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. കാര്യം എനിക്കത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസൊക്കെ ഒന്ന് റിലീഫ് ചെയ്യാനായിട്ട്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം എന്താ പറയുക, ലോ ഓഫ് അട്രാക്ഷൻസ് പോസിറ്റിവിറ്റി ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജേർണലിങ് നിങ്ങളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഇതുവരെ തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ തുടങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേപ്പറിൽ എഴുതുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആവാൻ നിങ്ങൾ ഇതുപോലത്തെ ഡയറീസിലൊക്കെ എഴുതി വെക്കുന്നതായിരിക്കും. അപ്പം ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുക്സൊക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫിക്ഷൻ സ്റ്റോറീസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജോണറിലുള്ള ബുക്സൊക്കെ വായിച്ചിട്ട് അത് നിങ്ങൾക്ക് ചിലപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല നല്ല പോയിൻറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ അടിവരയിട്ട് വെക്കില്ലേ, ഹൈലൈറ്റ് ചെയ്ത് വെക്കില്ലേ ചില വാക്കുകൾ, ചില സെൻറ്റൻസുകൾ പറഞ്ഞതൊക്കെ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ഇതുപോലെ എന്തെങ്കിലും കണ്ടൻറ് ക്രിയേഷൻ വരുന്ന സമയത്ത് അതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം വേണമെങ്കിൽ അതിന് ക്രെഡിറ്റ് കൊടുക്കാം, വേണമെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. വാട്ട് എവർ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പം എന്ത് ചെയ്യുക, അങ്ങനെ അത് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഹെൽപ്പുണ്ട് ഈ ഒരു ജേർണലിങ്ങിലൂടെ. നിങ്ങൾക്ക് ഇതുപോലെ സിനിമ കാണുന്നുണ്ടെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കണമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ എന്തിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഥകൾ, നോവലുകൾ, ചെറുകഥകളൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നമുക്കിങ്ങനെ ക്യാച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സെൻറ്റൻസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതി വെക്കാം. അങ്ങനെ എന്തിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊന്നാണ് ഈ ഒരു ഡയറി എന്ന് പറയുന്നത്. ഐ മീൻ ഡയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണലിംഗ്, അതാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ജേർണൽ എന്ന് പറയുമ്പോൾ ഒരു ഡയറിൻ്റെ അകത്ത് എല്ലാം കൂടി എഴുതുന്നത് നല്ലതായിരിക്കുമെന്ന്. എല്ലാം കൂടി ഇൻ ദ സെൻസ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മന്തിലാണെങ്കിൽ, ഇപ്പോൾ ജനുവരി മന്ത് എടുക്കുക, ജനുവരി മന്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം, ആനിവേഴ്സറി ആയിരിക്കാം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളൊരു കണ്ടൻറ് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഐഡിയാസ് ആയിരിക്കാം. നിങ്ങൾക്ക് വിഷമം വരുന്ന കാര്യങ്ങളാണെങ്കിൽ അതായിരിക്കാം. അങ്ങനെ എന്തും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാത്തത്, ഇങ്ങനെ രണ്ട് കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിൽ ഉൾക്കൊള്ളിച്ച് എഴുതുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണെങ്കിൽ അതിന് വേറെ സെപ്പറേറ്റ് രണ്ട് ബുക്സായിട്ട് അല്ലെങ്കിൽ ആ ഡയറിനെ തന്നെ രണ്ട് കാറ്റഗറി ആയിട്ട് വെക്കുകയും ചെയ്താൽ മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേറൊരു ഡയറി ഇപ്പോൾ അഫോർഡ് ചെയ്യാനുള്ളൊരു ഐ മീൻ ക്യാഷ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയറി തന്നെ രണ്ട് കാറ്റഗറി ആയിട്ട് എഴുതാം. പിന്നെ ടു ഡു ലിസ്റ്റ് വരുന്നുണ്ട് ഇതിൽ. അതായത് ബുള്ളറ്റ് ജേർണലിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറഞ്ഞ് ഒരുപാട് ടൈപ്പ് ജേർണലിംഗ് ഉണ്ട്. സോ ഈ ബുള്ളറ്റ് ജേർണലിൻ്റെ അകത്ത് എല്ലാം ഉൾക്കൊള്ളിക്കുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറയുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ്സ് മാത്രമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ താഴെ ഇങ്ങനെ ബുള്ളറ്റായിട്ട് എഴുതി വെക്കും. അതിനിപ്പോൾ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ഗോൾസ് ആയിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീം കാര്യങ്ങളുണ്ടാകും അച്ചീവ് ചെയ്യാനുള്ള. അപ്പോൾ അതായിരിക്കും നിങ്ങൾ എഴുതി വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ബുക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെക്കാം. ഇതെല്ലാം കൂടി മിക്സപ്പ് ചെയ്യുമ്പോൾ നമുക്കും ഇതെടുത്ത് പിന്നെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത പോലെ, കാര്യം ആകെ ഒരു അവിയൽ പരുവത്തിൽ പോലെ വായിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നതാണെങ്കിൽ സിംപ്ലി അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇതിപ്പം എല്ലാം സെപ്പറേറ്റ് ചില ആൾക്കാർ നല്ല ഭംഗിയായിട്ട് കാറ്റഗറൈസ് ചെയ്ത് ജേർണൽ ചെയ്യുന്ന കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടു ഡു ലിസ്റ്റ് വേറൊരു സെപ്പറേറ്റ് സെക്ഷനിൽ, അതുപോലെ തന്നെ അച്ചീവ് ചെയ്യാനുള്ള ഗോൾസൊക്കെ വേറൊരു സെക്ഷനിൽ, പിന്നെ അതുപോലെ ഡെയിലി അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ എഴുതി വെക്കുന്നത് വേറൊരു കാറ്റഗറിയിൽ. അങ്ങനെ എല്ലാത്തിനും അവർ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്താ പറയുക കരിയർ ഓറിയൻറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ഓറിയൻറ്റഡ് ആയിട്ട്, അങ്ങനെ എന്തെങ്കിലും കരിയർ അക്കാഡമിക്, അപ്പോൾ അതങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് വേറെ. അപ്പോൾ ഇതെല്ലാത്തിനും നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച്
ഒരുമിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ വേറെ ഡിഫറെൻറ്റ് ബുക്സിലായിട്ട്, ഡിഫറെൻറ്റ് പേജസിലായിട്ടോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡയറിയിലായിട്ടോ നിങ്ങൾക്ക് എങ്ങനെയുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതിലൊന്നും ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എങ്ങനെ ഇത് എഴുതും എന്നായിരിക്കും പല ആൾക്കാരും ചിന്തിക്കുന്നത്. അതാലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഫസ്റ്റ് ഇതിപ്പോൾ എഴുതുന്ന സമയത്ത് ആർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഫോർമുലയൊന്നുമില്ല. പണ്ട് ഒരാൾ ഇങ്ങനെ എഴുതിയതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ എഴുതണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്താണോ എഴുതുന്നത്, നിങ്ങളുടെ എഴുതുന്ന കണ്ടന്റ് എന്താണോ അതാണ് നിങ്ങളുടെ ജേർണലിങ്. അല്ലാണ്ട് ഞാൻ എഴുതുന്ന ജേർണൽ തന്നെ നിങ്ങൾക്ക് എഴുതണമെന്ന് ആരും പറയില്ല. ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ ഐഡിയ ആണ്, നിങ്ങളുടെ ക്രിയേഷനാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് അത് ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താ തോന്നുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുമ്പം നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ചിലപ്പോൾ അച്ചീവ് ചെയ്യാനുള്ളൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ഒരു സന്തോഷം നിങ്ങളുടെ മൈൻഡിൽ വന്നാണെങ്കിൽ അത് എഴുതുക, വിഷമമാണെങ്കിൽ വിഷമം എഴുതുക. എന്താണോ നിങ്ങളുടെ മൈൻഡിൽ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക റാൻഡം ആയിട്ട് വരുന്നത് അത് എഴുതുക പേപ്പറിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്ത് വരിക. അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ തുടങ്ങാം. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് സിംപ്ലി എന്ന് പറഞ്ഞാൽ നന്ദി പറയുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഓ നന്ദി പറയല് അതൊക്കെ ഭയങ്കര ഫോർമൽ, ആര് നന്ദി പറയുന്നു, അങ്ങനെ നന്ദി പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫോർമലോ. നന്ദി പറച്ചിലൊരു ഫോർമലാണ് എന്നുള്ളത് ഓക്കെ, ഫ്രണ്ട്സിൻ്റെ ഇടയിലൊന്നും ആരും അങ്ങനെ നന്ദി ഒന്നും പറയുന്നുണ്ടാവില്ല. ബട്ട് അതൊരു നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു പാരൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് ഗ്രേറ്റ്ഫുൾ ആവാം. കാര്യം അവരുടെ ഒരു നിലനിൽപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു സിബ്ലിങ്സ്, അതായത് ഏട്ടനോ ചേച്ചിയോ അനിയത്തിയോ ആരാണുള്ളത്, അവർ നിങ്ങളുടെ ലൈഫിൽ ഇറീപ്ലേസിബിൾ ആണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സിബ്ലിങ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറീപ്ലേസിബിൾ ആണ്. അപ്പോൾ അവരുടെ ഒരു എക്സിസ്റ്റൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് ഗ്രേറ്റ്ഫുൾ ആവാം. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, കസിൻസ്, റിലേറ്റീവ്സ്, പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരെങ്കിലും നിങ്ങൾക്ക് വളരെ അടുത്ത ആൾക്കാരായിട്ടുണ്ടെങ്കിൽ അവർ, നിങ്ങളുടെ ക്ലോസ് കണക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ആരുമാവാം, നിങ്ങളുടെ പാർട്ട്ണർ, ആരുമാവാം. ഇവരുടെയൊക്കെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ചെറുതല്ലടോ, അതൊക്കെ വലിയ പ്രസൻസ് തന്നെയാണ്. അവർ നമുക്ക് റീപ്ലേസിബിൾ ആയിരിക്കും. അവർ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടാകും. അപ്പം അവരുടെ അടുത്ത് നമ്മൾ താങ്ക് യു പറയാന്നുള്ളത് ഒരിക്കലും ഒരു മോശമായിട്ടുള്ളൊരു കാര്യമല്ല. പലർക്കും അതൊരു മോശം കാര്യമാണ്. ഇതൊക്കെ ഫോർമലാണ്, ഇതൊക്കെ ആരാ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ടാണ് പലർക്കും. നമ്മൾ എന്താ പറയുക, ഒരു ആത്മാർത്ഥമായിട്ട് നമ്മളൊരാളുടെ അടുത്ത് അവർ നമുക്ക് വേണ്ടി ചെയ്തെന്ന കാര്യത്തിൽ നന്ദി പറയുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ആവും. അപ്പം എൻ്റെ ചാനൽ തന്നെയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ എൻ്റെ ചാനൽ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് കഴിഞ്ഞ ജൂലൈയിലാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഇതൊക്കെയായിരുന്നു, എന്താ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഞാൻ എന്തായാലും മോണിറ്റൈസ്ഡ് ആക്കും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇവിടെ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴും എനിക്ക് ചെറുതായിട്ടൊരു പ്രതീക്ഷയുണ്ട് ഒരു മാസത്തിൻ്റെ ഇടയിൽ മോണിറ്റൈസ്ഡ് ആവുന്നു. പക്ഷേ പ്രതീക്ഷ ഇല്ലെങ്കിൽ പോലും ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നു. അതാണല്ലോ നമ്മൾ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത 318 ആൾക്കാരുണ്ട്. ആദ്യം 320 ആൾക്കാരായിരുന്നു. ഇപ്പോൾ 2 പേര് പോയി. അപ്പോൾ അവർക്ക് ചിലപ്പോൾ കണ്ടന്റ് ഇഷ്ടപ്പെടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മോന്ത ഇഷ്ടപ്പെടായിട്ടായിരിക്കാം, എന്തും ആവാൻ കാരണം. അപ്പം പക്ഷേ ഈ 318 പേര് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിക്കുകയായിരുന്നു കേട്ടോ. 318 പേര്, ഒരു മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കൂട്ടിപ്പോകില്ല ഭഗവാനെ, എന്താ ഞാൻ ചെയ്യും, പിന്നെ ഞാൻ ഇനി ഒന്നേന്നും പറഞ്ഞ് തുടങ്ങണമല്ലോ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വിഷമിക്കും. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കും, എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് എന്നെ പേഴ്സണലി അറിയാത്ത കുറച്ച് പേര് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർ എൻ്റെ കണ്ടന്റ് കാണുന്നുണ്ട്, മൊത്തം ഇരുന്ന് കാണുന്നില്ല, കുറച്ചെങ്കിലും കാണുന്നുണ്ട്. അതായത് അവരെ ഒരു ദിവസത്തിൻ്റെ 1 മിനിറ്റ് ആണെങ്കിൽ എനിക്ക് വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റോ അര സെക്കൻഡ് ആണെങ്കിൽ പോലും എനിക്ക് വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ എഫേർട്ടിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. സോ എനിക്കത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ, എൻ്റെ ഡയറിയിൽ എഴുതി വെക്കാം. ഞാൻ അങ്ങനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പണ്ടൊക്കെ ഞാൻ ഭയങ്കര നെഗറ്റീവുകളായിരുന്നു, സീരിയസ്ലി പറയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം തന്നെ വളരെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഭൂഗോളം പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ നെഗറ്റീവ് എല്ലാം ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചിട്ട് എന്താ പറയുക, എൻ്റെ നെഗറ്റീവ് ഇമോഷൻസിനെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നല്ല, എല്ലാം പോസിറ്റിവിറ്റിൻ്റെ ഒരു നിറകൂടായിട്ട് കാണുന്നല്ല. പക്ഷേ എന്നാലും ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം എൻ്റെ നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ ഒരുപാടായി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോസിറ്റീവായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നമ്മുടെ ലൈഫിൽ എന്ത് നടന്നു കഴിഞ്ഞാലും എന്താ പറയുക, ഒരു സിനിമേൻ്റെ അകത്ത് ലാലേട്ടൻ പറയുന്നില്ലേ, നമ്മുടെ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ നമ്മൾ ആഘോഷിക്കുക എന്ന് പറയുന്ന പോലെ നമ്മുടെ ലൈഫ് നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. അത് വളരെ ഷോർട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ കഴിയുന്നതും നമ്മുടെ ചുറ്റിലും നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ അവർ നമ്മുടെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ
എന്ത് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാനുള്ളത്. സോ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ജേർണൽ തുടങ്ങുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ജേർണലിങ് എപ്പോൾ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സമയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് രാവിലെയാണ് എഴുതുന്നത് ഇഷ്ടമെങ്കിൽ രാവിലെ എഴുതുക. അതായത് മോർണിംഗ് ജേർണലുണ്ട്, നൈറ്റ് ജേർണലുണ്ട്. പിന്നെ ഒരു മാസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് ഒരു മാസം കഴിഞ്ഞ് ആ മാസത്തെ അബ്രിവേഷൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ മാസം ലാസ്റ്റ് ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു മാസം തുടങ്ങുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ അങ്ങനെ, വീക്കെൻഡ്സിലാണെങ്കിൽ അങ്ങനെ, ഇപ്പോൾ ഹോളിഡേയ്സിലൊക്കെ ആണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പല ടൈപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അത് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. നിങ്ങളിപ്പോൾ 1-2 ദിവസം എഴുതിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വീക്കെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരാഴ്ച എഴുതി അടുത്ത ആഴ്ച എഴുതിയില്ല, ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ചെയ്യണ്ട എന്നാണെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ. ഗുണം ഇൻ ദ സെൻസ് ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ചുകൂടി ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവാനായിട്ട്, നിങ്ങളുടെ ഉള്ളിൽ സ്ട്രെസ്സൊക്കെ കുറയാനായിട്ട്, കുറച്ചൊന്ന് ഇമോഷണലി ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഈ ജേർണലിംഗ് ഹെൽപ്ഫുൾ ചെയ്യും. പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഏതൊരു പ്രവൃത്തിയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുകയുള്ളൂ. സോ നിങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് യാതൊരു കാര്യമില്ല. ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വൃത്തിയിൽ അതൊരു പീരിയോഡിക്കായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ ടു ഡു ലിസ്റ്റിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്നിപ്പോൾ എഴുതിയിട്ട് അതുപോലെയല്ല നിങ്ങൾ ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചു, അതിന് വേണ്ടി യാതൊരു എഫേർട്ടും ഇടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ജേർണലിംഗ് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഇപ്പം നിങ്ങളുടെ വിഷമം മാറാനാണ് എഴുതുന്നതെങ്കിൽ വിഷമം മാറും. പക്ഷേ ഇപ്പോൾ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ജേർണലിംഗ് ചെയ്യുന്നതെങ്കിൽ ആ ഗോൾസിന് വേണ്ടി നിങ്ങൾ യാതൊരു എഫേർട്ടും എടുക്കാതെ വെറുതെ ഇതൊരു പേപ്പറിൽ എഴുതിയിട്ട് യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വെറുതെ ഇരിക്കും. കാര്യം നിങ്ങളുടെ കുറച്ച് സമയവും പിന്നെ നിങ്ങളുടെ പെന്നിൻ്റെ കൊടുത്ത പൈസയൊക്കെ പോകുന്നല്ലാതെ, പെന്നിനും പേപ്പറിനും അല്ലെങ്കിൽ ഡയറക്റ്റും കൊടുത്ത പൈസ പോകുന്നല്ലാതെ അതിന് വേറെ യാതൊരു കാര്യമില്ല. സോ നിങ്ങൾ എന്താണോ ഇപ്പോൾ നിങ്ങൾ ഡ്രീം അച്ചീവ് ചെയ്യാനാണെങ്കിൽ, ഗോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടും നിങ്ങൾ എടുക്കുക. മേക്ക് ഷുവർ ദാറ്റ് ആ എഫേർട്ടും കൂടി നിങ്ങളുടെ ആ ഒരു ലൈഫിലുണ്ട് എന്നുള്ളത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ജേർണലിംഗ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, കുറച്ച് ഹെൽപ്ഫുൾ ആയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. സജഷൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ, ഇത്രയും നേരം എന്നെ സഹിച്ചതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ, ടേക്ക് കെയർ, ബൈ.